ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മേഖലയിൽ ആധിപത്യം ഉറപ്പിക്കാനുള്ള അമേരിക്കൻ ടെക് കമ്പനികളുടെ ശ്രമം H-1B വിസയുള്ള പ്രൊഫഷണലുകൾക്ക് വലിയ ഡിമാൻഡ് സൃഷ്ടിക്കുന്നതായി ഫോർബ്സ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. വിദേശി തൊഴിലാളികളെ നിയമിക്കുന്നതിൽ ട്രംപ് ഭരണകൂടം കർശന നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുമ്പോഴും AI വികസനത്തിൽ അമേരിക്കയുടെ കുതിപ്പിന് ഈ വിദേശ പ്രതിഭകൾ അനിവാര്യമാണെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. നാഷണൽ ഫൗണ്ടേഷൻ ഫോർ അമേരിക്കൻ പോളിസി വിശകലനം ചെയ്ത കണക്കുകൾ പ്രകാരം 2025 സാമ്പത്തിക വർഷത്തിൽ ആമസോൺ, മെറ്റ, ഗൂഗിൾ, മൈക്രോസോഫ്റ്റ്, ആപ്പിൾ എന്നീ കമ്പനികൾ നൽകിയ പുതിയ H-1B അപേക്ഷകളിൽ 80% AI-യുമായി ബന്ധപ്പെട്ട ജോലികൾക്കായിരുന്നു. AI മേഖലയിലെ വൻതോതിലുള്ള നിക്ഷേപങ്ങൾ കണക്കിലെടുത്ത് ആമസോൺ, മെറ്റ, മൈക്രോസോഫ്റ്റ്, ഗൂഗിൾ എന്നീ കമ്പനികളാണ് ഏറ്റവും കൂടുതൽ H-1B അപേക്ഷകൾക്ക് അംഗീകാരം നേടിയത്. ഈ കമ്പനികൾ AI വികസനത്തിനായി കോടിക്കണക്കിന് ഡോളറാണ് നിക്ഷേപിക്കുന്നത്. മൈക്രോസോഫ്റ്റ്, ആൽഫബറ്റ്, മെറ്റ, ആമസോൺ എന്നീ കമ്പനികൾ ഈ വർഷം മാത്രം $380 ബില്യൺ നിക്ഷേപം പ്രതീക്ഷിക്കുന്നുണ്ട്. ഗൂഗിൾ ഫയൽ ചെയ്ത അപേക്ഷകളിൽ 71% സോഫ്റ്റ്വെയർ ഡെവലപ്പർമാർക്കായിരുന്നു. ആമസോൺ, മെറ്റ എന്നിവരും സമാനമായ രീതിയിൽ AI വിദഗ്ധരെ തേടുന്നുണ്ട്. വിദേശികളായ സയൻസ്, ടെക്നോളജി പ്രൊഫഷണലുകൾ അവരുടെ ഉൽപാദനക്ഷമതയിലും സാമ്പത്തിക വളർച്ചയിലും വലിയ പങ്ക് വഹിക്കുന്നുണ്ടെന്ന് സാമ്പത്തിക വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. 1990-നും 2010-നും ഇടയിലുള്ള US ഉൽപാദന വളർച്ചയുടെ 30 മുതൽ 50% വരെ വിദേശ പ്രതിഭകളുടെ വരവ് കാരണമാണെന്നാണ് പഠനങ്ങൾ വ്യക്തമാക്കുന്നത്. AI രംഗത്തെ ഈ നിക്ഷേപങ്ങൾ അമേരിക്കൻ സമ്പദ്വ്യവസ്ഥയ്ക്ക് കൂടുതൽ കരുത്തു പകരുന്നുണ്ട്. അതേസമയം പുതിയ ഇമിഗ്രേഷൻ നയങ്ങൾ ഈ മുന്നേറ്റത്തിന് തടസ്സമായേക്കാം. പുതിയ H-1B അപേക്ഷകർക്ക് ഏർപ്പെടുത്തിയ $1 ലക്ഷം ഫീസ് പല വിദേശ തൊഴിലാളികളെയും അമേരിക്കൻ തൊഴിൽ വിപണിയിൽ നിന്ന് അകറ്റാൻ കാരണമായേക്കും. നിലവിലുള്ള റാൻഡം ലോട്ടറി രീതിക്ക് പകരം ശമ്പളത്തിന്റെ അടിസ്ഥാനത്തിൽ മുൻഗണന നൽകുന്ന രീതി ട്രംപ് ഭരണകൂടം നടപ്പിലാക്കിയിട്ടുണ്ട്. ഇത് പുതിയ ബിരുദധാരികൾക്ക് തിരിച്ചടിയാകും. കർശനമായ നിയന്ത്രണങ്ങൾ കാരണം വിസ പുതുക്കൽ അഭിമുഖങ്ങൾ 2027 നീണ്ടുപോകുന്നത് ഇന്ത്യൻ IT വിദഗ്ധർ അടക്കമുള്ളവരെ പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട്. പലരും തങ്ങളുടെ ജോലി സ്ഥലത്തു നിന്നും കുടുംബത്തിൽ നിന്നും അകന്ന് ഇന്ത്യയിൽ കുടുങ്ങിക്കിടക്കുന്ന അവസ്ഥയാണുള്ളത്. ഇമിഗ്രേഷൻ നിയന്ത്രണങ്ങൾ വർദ്ധിക്കുന്നത് അമേരിക്കൻ കമ്പനികളെ തങ്ങളുടെ പ്രവർത്തനങ്ങൾ വിദേശ രാജ്യങ്ങളിലേക്ക് മാറ്റാൻ പ്രേരിപ്പിക്കുമെന്ന് വാർട്ടൺ സ്കൂളിലെ പ്രൊഫസർ ബ്രിട്ട ഗ്ലെന്നൻ മുന്നറിയിപ്പ് നൽകുന്നു. ഇത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് രംഗത്തെ അമേരിക്കയുടെ ആഗോള നേതൃത്വത്തെ ദുർബലപ്പെടുത്തിയേക്കാം. ചുരുക്കത്തിൽ AI വിപ്ലവത്തിന് വിദേശ പ്രതിഭകൾ അനിവാര്യമാണെന്ന് ടെക് വ്യൂഹന്മാർ വാദിക്കുമ്പോൾ കർശനമായ കുടിയേറ്റ നയങ്ങൾ ഈ പ്രതിഭകളുടെ വരവ് തടയുന്നത് അമേരിക്കയുടെ ഭാവി കുതിപ്പിനെ എങ്ങനെ ബാധിക്കുമെന്ന് കാത്തിരുന്ന് കാണേണ്ടി വരും. അമേരിക്കൻ ടെക് വ്യവസായം ഒരു നിർണായക പ്രതിസന്ധിയിലൂടെയാണ് കടന്നുപോകുന്നത്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന സാങ്കേതിക വിപ്ലവത്തിൽ ലോകത്തെ നയിക്കാൻ അമേരിക്കൻ കമ്പനികൾക്ക് വിദേശ പ്രതിഭകൾ അനിവാര്യമാണ്. എന്നാൽ ട്രംപ് ഭരണകൂടം നടപ്പിലാക്കുന്ന കർശനമായ കുടിയേറ്റ നയങ്ങളും ഉയർന്ന വിസ ഫീസും ഈ മുന്നേറ്റത്തിന് കനത്ത വെല്ലുവിളി ഉയർത്തുന്നു. ദേശീയ താൽപ്പര്യങ്ങൾക്കും തദ്ദേശീയമായ തൊഴിൽ സുരക്ഷയ്ക്കും മുൻഗണന നൽകുന്ന നയങ്ങൾ ആത്യന്തികമായി അമേരിക്കയുടെ സാങ്കേതിക മേധാവിത്വത്തെ തന്നെ ബാധിക്കുമോ എന്ന ആശങ്ക ശക്തമാണ്. വിദഗ്ധ തൊഴിലാളികൾക്ക് വിസ ലഭിക്കാത്ത സാഹചര്യം വന്നാൽ കമ്പനികൾ തങ്ങളുടെ ഗവേഷണ കേന്ദ്രങ്ങൾ ഇന്ത്യ അടക്കമുള്ള മറ്റ് രാജ്യങ്ങളിലേക്ക് മാറ്റാൻ പ്രേരിപ്പിക്കപ്പെടും. ഇത് അമേരിക്കയുടെ സാമ്പത്തിക വളർച്ചയെയും ആഗോളതലത്തിലുള്ള അവരുടെ AI നേതൃത്വത്തെയും എങ്ങനെ സ്വാധീനിക്കുമെന്ന് വരും വർഷങ്ങളിൽ കണ്ടറിയേണ്ടതുണ്ട്.